ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആനയൂട്ടായ തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ ആനയൂട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറേ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണെന്ന്. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളും പങ്കുവയ്ക്കുന്ന ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയുക. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ജി ടോക്സിൻ്റെ പ്രേക്ഷകരെ, നമ്മൾ ഏകദേശം 7 മണിയോട് കൂടിയിട്ട് തൃശ്ശൂർ നഗരിയിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്ന കാലത്ത് ഇപ്പോൾ ഒന്ന് മഴ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇനി എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ റൗണ്ടിലേക്ക് എത്തിയ വശം ആദ്യം കാണുന്ന ഒരു ആന വണ്ടിയിൽ ഇങ്ങനെ മെല്ലെ പോകുന്നതാണ്. അപ്പോൾ വടക്കുന്നാഥനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ നേരെ മുന്നോട്ട് നടന്ന് നീങ്ങുകയാണ്. നല്ല തിരക്കുണ്ട്. മഴയാണെങ്കിലും എന്താണെങ്കിലും ആനയൂട്ടിന് എന്നും ഒരേപോലെ ആൾക്കാർ ഇടിച്ചു കുത്തി വരുമെന്ന് പറഞ്ഞത് വെറുതെ ഇല്ല. അത്യാവശ്യം ആൾക്കാരുണ്ട്. അപ്പം മൊത്തത്തിൽ ഇന്ന് ഒരു കിടിലൻ പൂരം വൈഭവമെന്ന് പറഞ്ഞാൽ പൂരത്തിനും അതുപോലെ ആനയൂട്ടിനൊക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ തൃശ്ശൂർ വരുന്നത്. അപ്പോൾ അതുപോലെ ഒരു വൈബായിരിക്കുക. കഴിഞ്ഞ കൊല്ലം അങ്ങനെയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ കൊല്ലമാണ് പോയത്. ഇതെൻ്റെ 2ാമത്തെ കൊല്ലത്തെ ആനയൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്താവുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ കൊല്ലം അടിപൊളിയായിരുന്നു. ഈ കൊല്ലം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് ഏകദേശം എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ആൽത്തറയുണ്ടല്ലോ, അവിടെ ഒരു 2-3 ആനകളുടെ മിനിയേച്ചർ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതിനും പ്രശസ്തരായ ആനകളാണോ അതോ അതിൻ്റെ ഒരു സംഭവം എന്താണെന്നുള്ളത് എനിക്ക് കൃത്യം മനസ്സിലായില്ല. ഞാനത് ശ്രദ്ധിക്കുകയും ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തുകൊണ്ട് മൂവ് ചെയ്തു. ആർക്കെങ്കിലും അറിയിച്ചെന്ന് പറയും. അങ്ങനെ വന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ കാവേരി ഇല്ലേ, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ തരംഗമായി നിന്നിരുന്നതെന്നല്ല, ഇപ്പോഴും തരംഗമാണ് നമ്മുടെ കാവേരി. ഇക്കാൻ്റെ കാവേരി വന്നിറങ്ങണം. അപ്പോൾ പിന്നെ കാവേരിയുടെ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് എല്ലാം അങ്ങോട്ട് അവരുടെ കൂടെ അങ്ങോട്ട് മൂവ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ കാവേരിയുടെ ഇക്ക വന്നിറങ്ങിയേക്കണു. അപ്പോൾ ആളുടെ ചുറ്റും അദ്ദേഹത്തിൻ്റെ ആരാധകർ വന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോ എടുക്കും പരിപാടികളൊക്കെ നടക്കുകയാണ്. ഞാൻ ഫോട്ടോ എടുത്തില്ല, എനിക്കെന്തോ ഫോട്ടോ എടുക്കാൻ തോന്നിയില്ല. പെട്ടെന്ന് ഞാൻ കൈ കൊടുത്ത് തന്നെ സംസാരിച്ചു. ഉള്ളൊരു എന്താ പറയുക, ഒരു അടിപൊളി മനുഷ്യൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ബഹുമാനമൊക്കെ തോന്നിയൊരു മനുഷ്യനാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ തുടങ്ങി. നമ്മുടെ കാവേരി കുട്ടീനും എല്ലാം ഇറക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ പരിപാടിയായ എന്താ പറയുക പരിപാടി കവർ ചെയ്യാന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ പണിയും നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴയുടെ പണിയും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അതത്ര സുഖകരമായിട്ട് ഞങ്ങൾക്ക് അപ്പം തോന്നിയില്ലെങ്കിലും പിന്നെ ഈ ആനയുടെ ഒരു വൈബ് അതാണ്. കർക്കിടകം 1 മഴയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പറ്റുവെച്ച് വന്നാൽ മതി എന്നുള്ളൊരു സെറ്റപ്പാണ് പ്രകൃതിയുടെ ഒരു അപ്പത്തെ ഒരു പെരുമാറ്റത്തുനിന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ എല്ലാം അതിൻ്റേതായ രീതിയിലാണ് സംഭവിക്കുള്ളൂ. നമ്മളൊക്കെ എന്തൊക്കെ ചെയ്താലും നടക്കേണ്ട കാര്യങ്ങൾ നടക്കുന്ന പോലെ തന്നെ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കാവേരി ഇറങ്ങുന്നതോട് കൂടിയിട്ട് നമ്മളോടൊന്ന് മെല്ലെ മൂവ് ചെയ്യുക എന്നുള്ളൊരു സെറ്റപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തായ ഷിതിൻ ഭായിയെ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവേശം കണ്ട് എനിക്കും ആവേശം വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നേരെ ഞങ്ങൾ ആനയൂട്ട് ആസ്വദിക്കാൻ പോവാണ്. കാവേരിയോടൊപ്പം അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ അവിടെ ചെരുപ്പും ലഗേജും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ സംഗതികളൊക്കെ വേണമെങ്കിൽ കൊടുത്തേൽപ്പിക്കാം. നമ്മളവിടെ ഒന്നും കൊടുത്തില്ല. നമ്മളവിടെ ചെരുപ്പ് ഒരു സൈഡിൽ ഊരിയിട്ടിട്ട് കൂളായിട്ട് ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. പോയാൽ പോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് മുന്നോട്ട് നടക്കാം, മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാം. ഉദ്ദേശിക്കുന്നതിന് പ്രകാരം എത്തിയിരിക്കുന്ന സജ്ജനങ്ങൾ അത് പാലിക്കണമെന്ന് അറിയിക്കുകയാണ്. നമ്മളങ്ങനെ ആ പാതയിലൂടെ നടന്ന് മുകളിലെത്തുമ്പോൾ ഏകദേശം അവിടുത്തെ ആ മതിലിൻ്റെ മുകളിൽ ടോപ്പിലെത്തുന്ന സമയത്ത് അവിടെ നിന്ന് കാഴ്ചയുണ്ട് മോനെ. അതൊരു വേറെ ലെവലാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമായ ഒരു, ഞാൻ എല്ലാ കൊല്ലമല്ല കഴിഞ്ഞ കൊല്ലമാണ് നമ്മൾ ആദ്യമായിട്ട് പോയത്. അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ കാണുന്നൊരു കാഴ്ച അടിപൊളിയാണ്. അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സെറ്റപ്പാണ്. ഇനിയാണ് നമ്മുടെ പ്ലിക്കികൾ സംഭവിക്കാൻ പോകുന്നത്. ഫുൾ പ്ലിക്കി ചെളിയിരിക്കുക.
അങ്ങനെ നമ്മൾ മുന്നോട്ട് നടന്ന് നീങ്ങുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ്, ഇതൊരു വേറെ വൈബാട്ടെ. ഈ ഒരു ഭാഗം അവിടെ കുറേ ആൾക്കാർ ഫോട്ടോ ഒന്നും എടുക്കുന്നുണ്ട്. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഫോട്ടോഷൂട്ടുകളാണ് കേസ് നടക്കുന്നത്. ഷിജിൻ ഭായും കൂടി വടക്കുനാഥൻ്റെ ഉൾവഴികളിലൂടെ നടന്നു നീങ്ങുകയാണ്. നിങ്ങളുടെ രണ്ടാമത്തെ ആനയൂട്ട? ഞങ്ങളുടെ രണ്ടാമത്തെ ആനയൂട്ടാണ്. ആദ്യമായിട്ട് ഞാൻ വരുന്നത് കഴിഞ്ഞ കൊല്ലം നിങ്ങൾ യാദർശികമായി കണ്ടുപിടിച്ചിരുന്നതാണ്. കണ്ടുപിട്ടി. അതെ വടക്കുനാഥൻ്റെ മണ്ണിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടുപിട്ടി. അപ്പോൾ ഈ കൊല്ലം നമ്മൾ ഒരുമിച്ച് വന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്ത കൊല്ലം വരില്ലേ? ഇപ്പോൾ ആനയൂട്ടൊരു പ്രത്യേക ലഹരിയാണെന്ന് പറഞ്ഞു. ഇനി ആനയൂട്ടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ ഒരു പ്രത്യേകതയുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഗജപൂജയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 4 വർഷം കൂടുമ്പോഴത്ര ഈ ഗജപൂജ നടത്തുക. അപ്പോൾ ഇനി ഇവിടുന്ന് 4 വർഷം കൂടി കഴിയണം. ഏകദേശം 2029 ആയിട്ടാവും എന്നാണ് എൻ്റെ ഒരു ധാരണ ഇനിയൊരു ഗജപൂജ കാണാൻ പറ്റുക. അപ്പോൾ ഇത് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും കൂടുതലായിട്ട് അറിയിച്ചെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ അതെല്ലാവർക്കും അതൊരറിവായിരിക്കും. അപ്പോൾ നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നത് ഈ കാഴ്ച മാത്രമാണ്. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. അപ്പോൾ അത് കാരണം തന്നെ പറയുന്നില്ല. അങ്ങനെ നമ്മുടെ ആനകൾ ഓരോരുത്തരായിട്ട് വന്ന് നിന്നിരിക്കുകയാണ് ആനയൂട്ടിനായിട്ട്. അപ്പോൾ നമ്മൾ ഓൺലൈൻ മീഡിയ ആയതുകൊണ്ട് നമുക്ക് നിൽക്കാനുള്ള സ്ഥലമൊക്കെ അവിടെ ഓൾറെഡി സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു കൂട് പോലെ സെറ്റപ്പ് അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാം. അത് കാരണം നമ്മൾ സേഫാണ്, ഇടിയും കുത്തൊന്നുമില്ല. അത് കാരണം തന്നെ നമുക്ക് അടിപൊളിയായിട്ട് പരിപാടികൾ കവർ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറച്ച് സെലിബ്രിറ്റികളൊക്കെ ഈ ആനയൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗലം ഡാമിൽ നമ്മളൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു നമ്മുടെ വിജയണ്ണൻ്റെ കൂടെയുള്ള ഫോട്ടോ എപ്പോഴാണ് വരിക എന്നുള്ളത്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ ആൾ പറയണത് എന്താണെന്ന് വെച്ചാൽ വിജയായിട്ടുള്ള ഫോട്ടോ എത്രയും പെട്ടെന്ന് വരും, ജനുവരിയിൽ വരുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗലം ഡാം നമ്മുടെ ഒപ്പം ഉണ്ട്. ആനയൂട്ട് കാണാൻ എത്തിയതാണ്. ഓക്കെ, ഇത് ആദ്യമായിട്ടാണ് വരുന്നത്? ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ആനയൂട്ട് ആസ്വദിക്കൂ. ഓക്കെ. അമ്പാടി ബാലൻ, അമ്പാടി മഹാദേവൻ, അമ്പാടി മാതാവ്. അപ്പോൾ നമ്മുടെ യേശുദാസിൻ്റെ മകൻ വിജയ് യേശുദാസും ദിവ്യ പിള്ള അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് സിനിമാ രംഗത്തു നിന്നും. അങ്ങനെ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ആനകളൊക്കെ നിരന്നിരിക്കട്ടെ. ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ ആനകൾക്ക് എന്താ പറയുക അതിൻ്റേതായ സംഗതികളൊക്കെ കൊടുക്കും. ആനയൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് എത്താവുന്നതാണ്. എനിക്ക് പറ്റാവുന്ന കാര്യത്തിൽ ഞാൻ എൻ്റെ ഓസ്മോയിൽ എടുക്കുന്ന വിഷയമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പരമാവധി പൊക്കി പിടിച്ച് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ആൾക്കാരെ കണ്ടില്ലേ, എന്തല്ലേ. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുണ്ട്, പിന്നെ നമ്മുടെ പ്രധാന വ്യക്തികളുണ്ട്. ആദ്യം മേൽശാന്തി കൊടുത്താൽ അടുത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രവീന്ദ്രൻ സാർ കൊടുക്കും. അതിനുശേഷം നമ്മളിവിടെ ക്ഷണിച്ചിട്ടുള്ള എല്ലാ വിശിഷ്ടാതിഥികളും എല്ലാ ആനകൾക്കും കൃത്യമായി ഭക്ഷണം കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ക്ഷേത്ര മേൽശാന്തി ആദ്യ ഉരുളപ്പ് നൽകി കൊടുത്തിരിക്കുകയാണ്. വളണ്ടിയർമാരുടെ നിർദ്ദേശമനുസരിച്ച് ബാക്കിയുള്ള ആനകൾക്കും ഭക്ഷണം നൽകാവുന്നതാണ്. ഇവിടെ ആദ്യ ഉരുള ചെറു ശ്രീരാജ നാരായണ നമ്പൂതിരിക്ക് ആനകൾക്ക് ഉദ്ഘാടനം ചെയ്തു. ബാക്കി ആനകൾ വളണ്ടിയർമാരുടെ നിർദ്ദേശപ്രകാരം വളണ്ടിയർമാരുടെ ശ്രദ്ധയ്ക്ക് ആനകൾക്കുള്ള ഭക്ഷണം എല്ലാ ആനകളുടെയും മുമ്പിൽ എത്തിയിട്ടുണ്ട്. ആനകൾക്ക് എല്ലാ ആനകൾക്കും ഭക്ഷണം കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കളക്ടർ അർജുൻ പാണ്ഡ്യൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് എനിക്ക് ഔദ്യോഗിക പ്രഖ്യാപിച്ച് എല്ലാ വിദ്യാർത്ഥികൾക്കും ആനയൂട്ട് കാണുവാൻ അവസരം ഒരുക്കിയ അർജുൻ പാണ്ഡ്യൻ സാർക്ക് ഒരു നന്ദി നമ്മുടെ ഇവിടെ അറിയിക്കുന്നു. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ആനകൾക്ക് അനാസരം ഉണ്ടാകാത്തതിലും ആനകൾക്ക് ഒരു അനാസരം ഉണ്ടാകാതെ പാപ്പന്മാരെ നിർദ്ദേശമനുസരിച്ച് മാത്രം ആനകൾക്ക് സാധനങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ജനങ്ങളുടെ നിർദ്ദേശം കൃത്യമായി പാലിക്കേണ്ടതാണ്. ആനകളെ
ചെയ്യുമാറുണ്ട്. ആനയെ ഉപദ്രവിക്കരുത്, ആനയുടെ തൊണ്ടിന്റെ വലിയ ഒന്നും ചെയ്യരുത്. പാപ്പന്മാര് നിർദ്ദേശിക്കാതെ മാത്രം ശ്രദ്ധയ്ക്ക് ആനകൾക്ക് അനവസരം ഉണ്ടാകാത്തതാണ്. അങ്ങനെ ഞാനും ആനയ്ക്ക് എന്തെങ്കിലും ഒരു പഴമോ അല്ലെങ്കിൽ കരിമ്പോ എന്തെങ്കിലും കൊടുക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പം ഞാൻ അതിനുള്ള ശ്രമമാണ്. എൻ്റെ കയ്യിൽ കഴുത്തച്ചക്കയുണ്ട്. എന്നെ കാണാണ്ട് അതില് ഉണ്ട്. അതിലെ മൊബൈൽ എടുക്കാന്ന് പറഞ്ഞ കൊടുക്ക എല്ലാ പാപ്പന്മാരെ ശ്രദ്ധയ്ക്ക് വാങ്ങി വാങ്ങി എല്ലാവരും ഒരേ സമയങ്ങളിൽ വളരെ നന്നായി എല്ലാവരും കൊണ്ടുവരുത്തി ഇല്ലടാ സോഫി വിക്ടറി വിക്ടറി. സഹായിച്ചതിന് നന്ദി. നമ്മുടെ ആനയൂട്ടിൻ്റെ പരിപാടികൾ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ മൂവിയാണ് ഗൈസ്. അപ്പോൾ ഞാനും വീരമായിട്ടുള്ള ചടങ്ങുകളായിരുന്നു ഇവിടെ തൃശ്ശൂർ സാക്ഷ്യം വഹിച്ചത്. നമ്മൾ എല്ലാ കൊല്ലം വരാറുള്ള പോലെ തന്നെ ഈ കൊല്ലവും വന്നു. ഇപ്പം മഴയൊക്കെ സമയത്ത് മാറുന്നില്ലേ അതാ അല്ലേ? അത് പ്രകൃതി പോലും വഴിയൊരുക്കി അങ്ങനെ പറയാലോ. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് പുറത്ത് ചാടുകയാണ്. ഇവിടുന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ കാര്യങ്ങൾ ശരിയല്ല, വേറെയും പരിപാടികളുണ്ടെന്ന് പറഞ്ഞേ. സൈഡിലേക്ക് വല്ലാതെ വലിയുണ്ട്. അപ്പോൾ നമ്മൾ ആ തിരക്കിൽ നിന്നും പുറത്ത് ചാടിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഈ നേരെ മുന്നേ പെട്ടെന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ നമ്മൾ ലോക്കായി പോകും. ഇനി നമുക്ക് വേറെ പ്രോഗ്രാം ഉണ്ടെന്ന്, അപ്പോൾ അത് കവർ ചെയ്യണം. കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ വ്ളോഗ് കൂടെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞേ. നമ്മൾ ആനയൂട്ട് ഇനി അടുത്ത കൊല്ലം വരും ആനയൂട്ടുമായിട്ട്. ഓക്കെ, ശരി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ.